മുസ്ലിം ലീഗ് ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ്. മറ്റൊന്നുമല്ല, കോൺഗ്രസിനകത്തെ കലഹമാണ് അധികാരം പലപ്പോഴും ഓരോ തവണയും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ തവണ, അതായത് 2021 അധികാരത്തിൽ വരുമെന്നുള്ള ഏറെ പ്രതീക്ഷ ലീഗിനടക്കമുള്ളവർക്കുണ്ടായിരുന്നു. അതെല്ലാം കളഞ്ഞു കുളിച്ചത് കോൺഗ്രസിന്റെ കഴിവുകേടായിട്ടാണ് മുസ്ലിം ലീഗ് കരുതുന്നത്. അതുകൊണ്ട് സാദിഖ് അലി തങ്ങളും, അതായത് മുസ്ലിം ലീഗ് നേതൃത്വം മുഴുവൻ ഹൈക്കമാൻഡിന് ഇപ്പോൾ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. കേരളത്തിലെ കലഹം ഒഴിവാക്കുക, ആദ്യം ജോലി ചെയ്ത്, അതായത് പ്രവർത്തിച്ചുകൊണ്ട് മണ്ഡലം നിലനിർത്താൻ ശ്രമിക്കുക, എന്നിട്ട് MLA ആകുക, അതിലൂടെ അധികാരം പിടിച്ചെടുക്കുക, എന്നിട്ട് മതി മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള കലഹം എന്നാണ് പറയുന്നത്. ആദ്യം ഭരണം കിട്ടണം, അതിനുശേഷം മതിയല്ലോ ഈ മുഖ്യമന്ത്രിയെ ആലോചിക്കുന്നത്. മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടണം. ഇത് പലരും ഇങ്ങനെ വേഷം കെട്ടി നിൽക്കുകയാണ് കോൺഗ്രസിനകത്ത്. VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, ഇവർ 3 പേരുമാണ് മുഖ്യമായിട്ടും മുൻപിൽ നിൽക്കുന്നവർ. അപ്പോൾ ഇവര് ചൊല്ലിയുള്ള കലഹമാണ് അണികളിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഭരണം 2026 കിട്ടാതെ പോകുന്നതിനുള്ള ഒരു അവസരത്തിലേക്കായിരിക്കും നീങ്ങുക എന്ന് മുസ്ലിം ലീഗ് മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് അവരൊരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. കേഡർ സ്വഭാവമുള്ള പാർട്ടി ഏതൊക്കെ കേരളത്തിലുണ്ടെന്ന് ചോദിച്ചാൽ, ഒന്ന് CPM, അടുത്തത് മുസ്ലിം ലീഗ്, CPIക്ക് വേറെ കുറെയൊക്കെ ഉണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2021 തന്നെ 25 സീറ്റ് അവർക്ക് കൊടുത്തു. UDFിലെ 25 സീറ്റാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അതിൽ 15 സീറ്റ് അവർ നിയമസഭയിൽ എത്തിച്ചു. അവർ 25 സീറ്റും കൊടുത്താൽ 25ഉം ഇനി നിയമസഭയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഒരു പ്രയത്നം നടത്താനുള്ള തൻ്റെ ഇടത്തോടുകൂടി ഇറങ്ങി പ്രവർത്തിക്കുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടതെന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. ഇത് മുസ്ലിം ലീഗ് ആരോടാണ് പറയുന്നത്? ദേശീയ നേതൃത്വത്തോടാണ്. ദേശീയ നേതൃത്വത്തിലാണ് കോൺഗ്രസ് തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് ഒരു രക്ഷയുമില്ലാതെ നെട്ടോട്ടം ഓടുകയാണ്. ഇതൊക്കെ അതിനകത്ത് വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏക പ്രതീക്ഷയായിട്ട് നിൽക്കുന്നത് കേരളത്തിൽ ഒരു വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് മനസ്സിലാക്കി ഇത് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാമെന്നവർ കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ഫലവത്താകുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള പോക്ക് അങ്ങോട്ട് പോയാൽ 26 അവർക്ക് അധികാരം കിട്ടണമെന്നില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട്. അതവർ സുരക്ഷിതമായിട്ട് അവർ നോക്കിക്കൊള്ളും. ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉള്ള 2 പാർട്ടികൾ മാത്രമേ കേരളത്തിലുള്ളൂ. അത് ഒന്ന് മുസ്ലിം ലീഗ്, മറ്റൊന്ന് CPM ആണ്. കേഡർ സ്വഭാവവും ഇവർക്ക് 2 പേർക്കുമാണ് ഉള്ളത്. ഇപ്പൊ VD സതീശൻ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നു, രമേശ് ചെന്നിത്തല, ഇത് ഇവർ 2 പേരുമല്ലാതെ കേന്ദ്രത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി കെട്ടിയിറക്കാൻ പോകുന്ന ആളാണ് KC വേണുഗോപാൽ. ഈ VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 2021 പ്രതിപക്ഷ നേതാവായി. ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ അപാരമായ ഒരു കഴിവുള്ള ആളാണ് അദ്ദേഹം. എവിടെയെല്ലാം താഴെത്തട്ടിൽ എത്രത്തോളം വേരോട്ടമുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. എത്രത്തോളം വോട്ടിന് വരെ ജയിക്കാൻ കഴിയും എന്ന് വരെ കണക്ക് കൂട്ടുന്ന ആളാണ് VD സതീശൻ. രമേശ് ചെന്നിത്തല മറ്റു പല കഴിവുകളുമാണ്. അതായത് ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ട് ഇത് കാര്യങ്ങൾ മുഴുവൻ ഭരണപക്ഷത്തെ അടിക്കുന്നതിൽ സമർത്ഥനായിട്ടുള്ള ആളാണ്. ഇനി ഇവർ 2 പേരും അതിശക്തമായിട്ട് ഇവിടെ മത്സരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ KC വേണുഗോപാലിന്റെ രംഗപ്രവേശം ഉണ്ടാകുമെന്ന് കണക്ക് കൂട്ടുന്നത്. ആദ്യം ഭരണം കിട്ടണമല്ലോ. ഭരണം കിട്ടിയാലല്ലേ മുഖ്യമന്ത്രിയാകാൻ പറ്റുള്ളൂ. അല്ലാതെ ആദ്യമേ മുഖ്യമന്ത്രിയല്ലല്ലോ എടുക്കുന്നത്. ഈ മുഖ്യമന്ത്രി അല്ലെന്നുണ്ടെങ്കിൽ KC വേണുഗോപാൽ പഴയ പോലെ MP ആയിട്ട് ഇരിക്കും.
വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും MLA-മാരായിട്ടും ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ MLA-മാരായിട്ടും ഇരിക്കും. ഇതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഗ്രൂപ്പുകളെ നിർത്തണം എന്നുള്ളതാണ് പറയുന്നത്. അത് ലീഗ് തന്നെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ കോൺഗ്രസിന് അകത്തുള്ള പല കലഹങ്ങളും പലപ്പോഴും കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് എന്തുകൊണ്ട് ധരിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കലഹം മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെടുമെന്ന് വീണ്ടും ഇല്ലാതെ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തോൽവി ഉണ്ടാകുകയാണെങ്കിൽ അത് നാണം കെട്ട തോൽവിയിലേക്ക് പോകുമെന്നും ഇവർ കണക്ക് കൂട്ടുന്നുണ്ട്, മുസ്ലിം ലീഗ് കണക്ക് കൂട്ടുന്നുണ്ട്. കാരണം BJP ഇവിടെ സ്പേസ് ഉണ്ടാക്കും. എങ്ങനെ പോയാലും 10 സീറ്റ് BJP കേരള നിയമസഭയിൽ നേടിയിരിക്കും എന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരുടെ തന്നെയുള്ള ഒരു വിലയിരുത്തൽ. അത് BJPക്ക് ആ കണക്കുകൂട്ടലുണ്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ചുകൊണ്ട്. ഇനിയിപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ചുകൊണ്ടും അത് കണക്കവിടെ ഒരുപക്ഷെ ശരിയാകത്തില്ല, പക്ഷെ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് നമുക്കറിയാം പലവട്ടം LDF-ലേക്ക് ചാഞ്ചാടുന്നുണ്ട് എന്ന് നമ്മൾ നിരീക്ഷിച്ചിട്ടുള്ളതാണ്. അത് ഇനിയും അങ്ങനെ സംഭവിച്ചുകൂടായികയില്ല, സംഭവിക്കാം. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്ന ഉടൻ തന്നെ ലീഗിനെ CPM-ലേക്ക് സ്വാഗതം ചെയ്തതാണ്. അതുപോലെ തന്നെ TP രാമകൃഷ്ണൻ LDF-ന്റെ കൺവീനറായിട്ട് വരുന്ന സമയത്ത് ലീഗിന്റെ അടുക്കൽ പറഞ്ഞതാണ്, നിങ്ങൾ മത തീവ്രവാദ കക്ഷികളുമായിട്ടുള്ള ബന്ധമെല്ലാം ഉപേക്ഷിച്ചിട്ട് വരിക, നിങ്ങൾക്ക് LDF-ലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ മുസ്ലിം ലീഗ് LDF-ലേക്ക് വരുന്നത് ഒരടഞ്ഞ അധ്യായമൊന്നുമല്ല, അതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ആ സാധ്യത എപ്പോഴാണ് ഉണ്ടാകുന്നത്? കോൺഗ്രസ് ഇത്തരത്തില് കലഹത്തിലൂടെ നിർജീവമാകുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇവരുടെ LDF-ലേക്കുള്ള ചാഞ്ചാട്ടം ഉണ്ടാകുമെന്നുള്ളതും ഉറപ്പാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരേറെ അധ്വാനിക്കുന്നവരാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. മുസ്ലിം ലീഗിന്റെ അധ്വാനമാണ് അവിടെ ശരിക്കും തെളിഞ്ഞു വന്നത്. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവര് അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തനം നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഷൗക്കത്തിന് ഭൂരിപക്ഷം ഉയർന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനിയും ഒരു തവണ കൂടെ ഒന്നും പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അവർക്ക് അടുത്ത തവണ അവർ വലിയ നോട്ടം തന്നെ ഇട്ടിട്ടുണ്ട്. 25 സീറ്റും മത്സരിച്ച് 25-ലും വിജയം നേടി എത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുന്നത്. അതിനോടൊപ്പം തന്നെ UDF കേന്ദ്രങ്ങളായിട്ടുള്ളിടത്തും, അതായത് കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും വിജയിപ്പിച്ച് കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ട് സീറ്റുകൾ പോലും വെച്ചു മാറാനായിട്ട് മുസ്ലിം ലീഗ് തയ്യാറെടുക്കുന്നുണ്ട്. അവർക്ക് അധികാരം വേണം. കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അധികാരമോഹി തന്നെയാണ്. അതുകൊണ്ടാണല്ലോ 19-ല് കേന്ദ്ര നേതൃത്വത്തിലേക്ക് പോകാൻ MP ആയി പോയത്. അവിടെ പിന്നെ രക്ഷയില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് അത് രാജിവെച്ച് തിരികെ ഇങ്ങി പോകുന്നത്. അപ്പോൾ ലീഗ് ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിൽ ആഴ്ത്തുകയാണ്, അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഇവർ മറ്റു പല വഴികളും തേടും എന്നുള്ളതാണ്.